വാച്ചിൻ്റെ വാങ്ങിയ വില 3500 രൂപയാണ്. അത് വിറ്റത് 3255 രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ നഷ്ടശതമാനം എത്ര? നമുക്ക് നഷ്ടശതമാനം കണ്ടുപിടിക്കാം. ആദ്യം മനസ്സിലാക്കണം നഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം. നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുന്നത്, വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാലും കുഴപ്പമില്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഈ 3500 നിന്ന് 3255 കുറയ്ക്കുമ്പോൾ നഷ്ടം കിട്ടും. നമുക്ക് നോക്കാം. 3255 കുറയ്ക്കുമ്പോൾ 5 4 245 245 ആയിരിക്കും നഷ്ടം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? നഷ്ടശതമാനം കാണാനായിട്ട് ഈ കിട്ടിയ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില, വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നഷ്ടശതമാനം നമുക്ക് കിട്ടും. മനസ്സിലാക്കി വേണം. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്യുമ്പോൾ നഷ്ടശതമാനം കിട്ടും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നഷ്ടം നമുക്ക് കിട്ടി 245 ആണെന്ന് കിട്ടി. വാങ്ങിയ വില എത്രയാണ്? 3500 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 2 പൂജ്യവും വെട്ടാം. ബാക്കി എന്തൊക്കെയുണ്ട്? 245 ബൈ 35 7 245 അപ്പോൾ 7% നഷ്ടശതമാനം എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് എൽജിസുമായി ബന്ധപ്പെട്ട ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.